ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മഷ്റൂം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പച്ചക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി, ഒരു സവാള, ഒരു 10 ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും 4 വെളുത്തുള്ളിയും, പിന്നെ മല്ലിയിലും പുതിനയിലും എടുത്തിട്ടുണ്ട്. ഇതിൽ തക്കാളി, സവാളി, മല്ലിയിലും ഒന്ന് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കൂണും കൂടി കഴുകി നല്ലോണം വൃത്തിയാക്കി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ജീരകശാല റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. അത് 250 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കിലോ റൈസാണ് കേട്ടോ. ഇത് നമുക്ക് ബസ്മതി റൈസിലും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്കൊരു 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി തക്കാളി ഈ ഒരു പരുവ ആവണ വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച പുതിനയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അരച്ചെടുത്തതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. നിങ്ങൾ കടയിൽ വാങ്ങുന്നതാണെങ്കിൽ അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊടികളും തൈരും എല്ലാം അത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായി മുറിച്ച മഷ്റൂം കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കാം. അപ്പോൾ നമ്മൾ അരി എടുത്തത് 2 കപ്പാണ്. അതിൽ ഞാൻ 1 കപ്പിന് 1.5 കപ്പ് അളവാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ 3 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച അരിയും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്ന് മൂടി വെക്കുക. ഇനി ഒരു ഒറ്റ വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു വിസിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ടോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവർക്കൊക്കെ ലഞ്ച് ബോക്സാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, ഞാൻ എന്താണെങ്കിൽ ഉറപ്പ് തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ മഷ്റൂം വാങ്ങുകയാണെങ്കിൽ ഈ ഒരു റൈസ് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.